ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവുകയാണേ. നമ്മുടെ നാട്ടിലെ ഓണം ദീപാവലിയൊക്കെ വരുമ്പോഴല്ലേ അച്ചപ്പം ഉണ്ടാക്കാറുള്ളത്. ഇവിടെയൊക്കെ ക്രിസ്തുമസിനും ദീപാവലിക്കും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ചിലരൊക്കെ ഇത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മൈദ കൊണ്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചപ്പമാണ്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 1/4 കിലോ, പഞ്ചസാര 125 ഗ്രാം, മുട്ട 1, ഉപ്പ് 2 നുള്ള്, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, വനില എസൻസ് 1 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1/2 കപ്പ്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. ആദ്യം നമുക്ക് അച്ചപ്പത്തിൻ്റെ മാവ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ക്ലിയർ വനില എസൻസ് ആണ്. ഇതിൻ്റെ ബ്രൗൺ കളർ ബേക്കിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. ക്ലിയർ എസൻസ് എണ്ണയിൽ വറുത്ത് പോരുന്ന സാധനങ്ങളുടെ കൂടെ ചേർക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ തേങ്ങാപ്പാലും ചേർക്കണം. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തു നിന്നുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കിക്ക് വെള്ളം ചേർത്തിരിക്കുകയാണ്. അങ്ങനെയാണ് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുഴുവൻ മൈദയും തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ അച്ചപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതധികം വെള്ളവും ആകരുത്, അധികം കട്ടിയായും പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള അളവ് കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കണം. എൻ്റെ കയ്യിലുള്ള അച്ച ഇതാണ്. ഇത് ഞാൻ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് അച്ച അതിലിട്ട് വയ്ക്കും. അപ്പോൾ അച്ചപ്പം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ച മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പതുക്കെ അച്ചൊന്ന് ആട്ടി കൊടുക്കണം. അച്ച മാവിലേക്ക് മുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അച്ച മുഴുവനും മുങ്ങിപ്പോകരുത് കേട്ടോ. അച്ചിൻ്റെ 1/4 ഭാഗം മാത്രം മുങ്ങിയാൽ മതി. അച്ച ഒത്തിരി ചൂടാകാനും പാടില്ല, അതുപോലെ തന്നെ ചൂടാകാതിരിക്കുകയും ചെയ്യരുത്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കിളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ അച്ച മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ അച്ച നമ്മൾ ആട്ടാൻ ഒരല്പം താമസിച്ച് പോയി കഴിഞ്ഞാൽ അച്ചിൽ തന്നെ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് അത് നമ്മൾ അച്ചയിൽ നിന്ന് വേർപെടുത്തിയെടുക്കണം. നിങ്ങൾ കൂടുതൽ അച്ചപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ മൈദയ്ക്ക് 1/2 കിലോ പഞ്ചസാരയും 6 മുട്ടയും 6 കപ്പ് തേങ്ങാപ്പാലുമാണ് ആവശ്യം കേട്ടോ. അതുപോലെ തന്നെ സോഡാപ്പൊടിയും വനില എസൻസും ഉപ്പും ചേർക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ റെസിപ്പിയുടെ അളവിനേക്കാളും ഡബിളാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഡബിളാക്കി എടുത്തോണം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന 1/4 കിലോ മാവും അതിൻ്റെ കൂടെയുള്ള എല്ലാ സാധനങ്ങളും അതേ അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിച്ച അച്ച് പോലെ തന്നെയുള്ള അച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മുതൽ 45 അച്ചപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.